പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആറ്റിങ്ങലിൽ സജ്ജമാക്കിയ ഹരിത ബൂത്ത് ശ്രദ്ധേയമായി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന സന്ദേശം പങ്കുവയ്ക്കുകയാണ് ഹരിതബൂത്തിന്റെ ലക്ഷ്യം. ഹരിതകർമ്മസേന അംഗങ്ങളുടെയും നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികളുടെയും ശ്രമഫലമായാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ ഹരിത ബൂത്ത് സജ്ജമായത്. തെങ്ങോലമടഞ്ഞ് തയ്യാറാക്കിയ ബോർഡുകളിലാണ് വോട്ടർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ ബോർഡുകളും സന്ദേശങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത്. ഓലകൾ കൊണ്ടും പനയോലകൾ കൊണ്ടും നിർമ്മിച്ച വിശ്രമ കേന്ദ്രവും ഫീഡിംഗ് റൂമും വോട്ടർമാർക്ക് ഏറെ ഉപകാരപ്രദമായി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 206 ബൂത്തുണ്ട്. അതിൽ AROമാർ ഒരു 6 ബൂത്ത് മോഡൽ ബൂത്തായിട്ട് സെലക്ട് ചെയ്ത് കളക്ടർക്ക് കൊടുത്ത്, അതിൽ നിന്ന് ഒരു ബൂത്ത് ഹരിത ബൂത്തിനായിട്ട് കളക്ടർ സെലക്ട് ചെയ്ത് ശുചിത്വ മിഷനും ആറ്റിങ്ങൽ നഗരസഭയും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഹരിത ബൂത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഈ നഗരസഭയുടെ ഹരിതകർമ്മസേന, ക്ലീനിങ് വർക്കേഴ്സ്, ഉദ്യോഗസ്ഥർ, JHIമാർ, YP, RP എല്ലാവരുടെയും സംയുക്തമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ബൂത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ ഒരു അവയർനെസ് കൊടുക്കുക. പ്ലാസ്റ്റിക് വലിച്ചെറിയൽ, കത്തിക്കൽ, കുഴിച്ചുമൂടൽ അത് വായു, ജലം, മണ്ണ് ഇതിനെ മലിനമാക്കും. കൂടാതെ നമ്മളെ ഈ ബൂത്ത് തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിനായിട്ട് കൂടി ഉള്ള ഒരു മെസ്സേജ് പൊതുജനങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ബൂത്ത് ഹരിത ബൂത്തായിട്ട് തിരഞ്ഞെടുക്കുകയും ശുചിത്വ മിഷൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ബൂത്ത് ഹരിത ബൂത്തായിട്ട് ചെയ്തിട്ടുണ്ട്. മൺകൂജയിലാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനായി ഓല കൊണ്ട് നിർമ്മിച്ച കുടകൾ ബൂത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരുന്നു. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.